ചെയ്യേണ്ടത്. 10 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഒന്നുകൂടി ചെയ്യാം. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഒന്നുകൂടി ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഓക്കെ, റിലാക്സ്. സിറ്റ് ഇൻ സുഖാസന. സിറ്റ് ഇൻ സുഖാസന. എന്തായിരിക്കും ഇതിന്റെ പ്രയോജനങ്ങൾ? ചെയ്തപ്പോ എന്ത് തോന്നി? വയറ് ടൈറ്റ്. ഓക്കെ, പിന്നെ ഓക്കെ. മേരുദണ്ഡ മീൻസ് നട്ടെല്ലാണ്. നട്ടെല്ലിന് ഒരു ശക്തി കൊടുക്കുന്ന ആസനം കൂടിയാണത്. ഓക്കെ, സ്പൈനൽ കോളം പോസ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. സ്പൈനൽ കോളം പോസ്. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി കിട്ടും, റേഞ്ച് ഓഫ് മോഷൻ നന്നായിട്ട് വരും, കോർ സ്ട്രെങ്ത് നമ്മുടെ വയറിന്റെ മസിൽ പറഞ്ഞതുപോലെ കറക്റ്റ് ആയിട്ട് വരും, ലോവർ ബാക്കിന് നമ്മുടെ നടുവിന് നല്ല കരുത്ത് കിട്ടും, ഡൈജസ്റ്റീവ് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ റെസ്പിറേഷൻ നമ്മളറിയാതെ അവിടെ ലങ്സിന്റെ അവിടെ പവർ വരുന്നുണ്ട്, അപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യും. പെൽവിക് ഫ്ലോർ, നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽ കാലുകളുടെ മൂവ്മെന്റ് അവിടെ വരുന്നതുകൊണ്ട് പെൽവിക് ഫ്ലോർ മസിൽ നന്നായിട്ട് സ്ട്രെങ്തൻ ആകും. സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. സ്ട്രെസ് റിലീഫിന് ഹെൽപ്ഫുൾ ആണ്. കോൺസ്റ്റിപ്പേഷൻ, ഇത്രയും സംഭവങ്ങളുണ്ട്. ഫ്ലെക്സിബിലിറ്റി, റേഞ്ച് ഓഫ് മോഷൻ, ലോവർ ബാക്കിന്റെ അവിടെ സ്ട്രെങ്ത് വരുന്നു, ഡൈജസ്റ്റീവ് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യും, റെസ്പിറേറ്ററി സിസ്റ്റം വർക്ക് ചെയ്യുന്നു. പെൽവിക് ആ ഏരിയ ഓർത്താൽ ലോവർ ബാക്കിൽ തുടങ്ങി പെൽവിക് ഏരിയ, വയറ്, ഡൈജസ്റ്റീവ് സിസ്റ്റം, ലങ്സ്, അങ്ങനെ ഓർത്താൽ മതി. പിന്നെ ഹാർട്ട്, സർക്കുലേറ്ററി സിസ്റ്റം, പിന്നെ സ്ട്രെസ്, കോൺസ്റ്റിപ്പേഷൻ. മ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. സംസാരിച്ച പ്രോബ്ലം മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഓർക്കാൻ എളുപ്പമുണ്ട്. എങ്ങനെ ഓർക്കാം? ഒന്ന് ഫ്ലെക്സിബിലിറ്റി പറയാം, പിന്നെ റേഞ്ച് ഓഫ് മോഷൻ പറയാം, പിന്നെ ലോവർ ബാക്കിൽ നിന്ന് പറയാം. ലോവർ ബാക്ക്, വയർ, ഡൈജസ്റ്റീവ് സിസ്റ്റം, ലങ്സ്, റെസ്പിറേറ്ററി സിസ്റ്റം, പെൽവിക് ഫ്ലോർ, സർക്കുലേഷൻ, സ്ട്രെസ് റിലീഫ്, കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, എനി ഡൗട്ട്? എങ്ങനെ ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ വിശദീകരിക്കേണ്ടത് ഇരിക്കുക, പിന്നെ സ്ലോലി കിടക്കുക, അതിനുശേഷം 2 കാലുകളും മുകളിലേക്ക് ഉയർത്തുക, സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം. ചില ആൾക്കാർ കാലുകൾ 2 നിവർത്തി പിടിച്ച് ചെയ്യുന്ന പൊസിഷനുണ്ട്, നമ്മളത് ചെയ്യുന്നില്ല. ബ്രീത്തിങ് ശ്രദ്ധിക്കണം. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഒരു വേറെ പടം കാണിച്ചു തരാം. മേരുദണ്ഡാസനം ചെയ്യുന്ന വേറെ പടം ജസ്റ്റ് നോട്ടെ. അവിടെ ചില ആസനങ്ങൾ കൺഫ്യൂസിംഗ് ആയിട്ട് വരാൻ നമുക്ക് ഇവിടെ ഇങ്ങനെയും കാണിക്കുന്നുണ്ട്, ഇങ്ങനെയും പൊസിഷൻ ഉണ്ട്. നമ്മൾ കണ്ട വീഡിയോ വേറെ ടൈപ്പാണ്, വേറെ ടൈപ്പാണ് കണ്ടത്. നമ്മളിപ്പോ ഇതാ കണ്ടത് അർദ്ധ മേരുദണ്ഡാസന. റെഡ് കളർ ഇട്ടിരിക്കുന്ന കുട്ടി ഇത് കാണുന്നില്ലേ? ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. മൊബൈലിലേക്ക് ഒന്ന് ടച്ച് ചെയ്യേണ്ടി വരും. നിങ്ങൾ എന്താ കാണുന്ന? ഇപ്പൊ എന്നെ കാണുന്നുണ്ടോ? ഒന്ന് മൊബൈൽ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് വലത്തോട്ട് മാറ്റിയാൽ മതി. വലത്തോട്ട് മാറ്റിയ ദീപ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ പഠിച്ചതാ ഇവിടെ കാണുന്ന ഈ പൊസിഷനാണ്, ദിസ് വൺ. കാലിന്റെ പൊസിഷനാണ് നമ്മൾ ഇതാണ് ചെയ്തത്. This one. So I was so happy that just in 22 days the crepes in the lungs mein jo നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞ് പ്ലേ ചെയ്യുന്നില്ല. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഇനിയിപ്പോ നമ്മുടെ ആസനങ്ങളിൽ വളരെ കുറച്ചേ നമുക്ക് പഠിക്കാനുള്ളൂ. കാകാസനം, പിന്നെന്താണ് 3-4 ആസനങ്ങളിൽ നമ്മൾ കവർ ചെയ്യാനുള്ളൂ. കുറച്ച് ഫാസ്റ്റിലായിരുന്നു നമ്മൾ പോയിരുന്നത്. പിന്നെ നമ്മൾ മറ്റുള്ളവരെക്കാൾ കുറച്ച് നേരത്തെ നമ്മൾ ക്ലാസ് ആരംഭിച്ചു. അപ്പൊ നമുക്ക് ഇന്ന് സെക്ഷണൽ അബ്ഡോമിനൽ ബ്രീത്തിങ് മാത്രമാണ് സിലബസിലുള്ളത്. ബട്ട് ഐ എം ഗോയിങ് ടു കവർ സെക്ഷണൽ ബ്രീത്തിങ്. ശ്രദ്ധിച്ചിരിക്കുക. മാഡം ചെയ്തിട്ടുണ്ടോ? അറിയോ ഓളി മാഡം? ഇൻഹേൽ ചെയ്യുമ്പോ അബ്ഡോമൻ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. എക്സേൽ ചെയ്യുമ്പോ അബ്ഡോമൻ അകത്തേക്ക് ആക്കിക്കൊണ്ട് ഫുൾ എയർ എക്സേൽ ചെയ്ത് കൊടുക്കും. യോഗിക് ബ്രീത്തിങ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ സിലബസിൽ ഇല്ല എങ്കിലും ബ്രീത്തിങ്ങിന്റെ ഭാഗം അബ്ഡോമൻ ബ്രീത്തിങ് മാത്രമായിട്ട് പഠിക്കുന്നതിൽ കഥയില്ല. ചെയ്യുമ്പോൾ അതെല്ലാം ചെയ്യണം. ചെസ്റ്റ് ബ്രീത്തിങ് പഠിച്ചിട്ടുണ്ടോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അബ്ഡോമിനൽ ബ്രീത്തിങ് ഇല്ല എന്ന് തോന്നുന്നു. ഉണ്ടോ? അബ്ഡോമിനൽ ടെക്സ്റ്റിലില്ല, ബട്ട് സിലബസിലുണ്ട്. നിങ്ങൾക്ക് ഷീറ്റ് അതിനകത്തുണ്ട്. ടെക്സ്റ്റിലല്ല, ഇല്ല അല്ലെ? ടെക്സ്റ്റ് അവര് സിലബസിൽ അവർ എഴുതിയിട്ടുണ്ട്, അങ്ങനെ അബ്ഡോമിനൽ ബ്രീത്തിങ് പഠിപ്പിക്കാനായിട്ട് സിലബസിലുണ്ട്. ഓക്കെ, ഇപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. മുദ്ര അറിയാലോ ദീപ? എന്ത് മുദ്ര ഇത്? ചിന്മുദ്ര. റൈറ്റ്. ഇപ്പൊ വജ്രാസനത്തിലിരിക്കാം, അല്ലെങ്കിൽ സുഖാസനത്തിലിരിക്കാം. കുറച്ച് പുറകിലേക്ക് ഇരുന്നുള്ളൂ ദീപ. മാഡം കുറച്ചും കൂടി പുറകിലിരുന്നുള്ളൂ, കാരണം ടെസ്റ്റ് വരുമ്പോൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ മാഡം ഇരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. ഇത്രയും നമുക്ക് കാണാൻ കിട്ടണം. റൈറ്റ്. തലയുടെ ഭാഗം കുറച്ച് മുകളിൽ ബ്ലാങ്ക് ഇടണം. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോ കാലിൽ വെച്ചോളൂ, സാധാരണ ചിന്മുദ്രയിൽ വെച്ചോളൂ. ദീപ ദീപ എന്താ മനസ്സ് ഇവിടെ ഇല്ലല്ലോ? എവിടെ പോയി? അവിടെ ഉണ്ട്. അവിടെ ഇല്ല, ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, ചിന്മുദ്രയിലിരിക്കുക. നൗ ആദ്യം ഒന്ന് ബ്രീത്തിങ് എടുത്ത് ഇൻഹേൽ, ഡബിൾ ടൈം എടുത്തുകൊണ്ട് സ്ലോലി എക്സേൽ. നൗ ലിസൺ ടു മീ കെയർഫുൾ. അബ്ഡോമിനൽ ബ്രീത്തിങ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ അബ്ഡോമിൻ കൊണ്ടാണ് ബ്രീത്തിങ് ചെയ്യുന്നത്. അപ്പോൾ ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മുടെ അബ്ഡോമൻ പുറത്തേക്ക്, ഇൻഹേൽ ചെയ്യുമ്പോൾ അബ്ഡോമൻ വീർത്ത് വരണം. എക്സേൽ ചെയ്യുമ്പോൾ അബ്ഡോമനെ നമ്മൾ സ്പൈനിലേക്ക് ഞെക്കി വിടണം. അത്രയേ ഉള്ളൂ ആക്ച്വലി. അപ്പൊ ശ്വാസം വലിക്കുമ്പോൾ അബ്ഡോമൻ പുറത്തേക്ക് തള്ളുക, എക്സേൽ ചെയ്യുമ്പോൾ അബ്ഡോമൻ ഉള്ളിലേക്ക് വരിക. ക്ലിയർ ദീപ? ക്ലിയർ ആണോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒന്ന് ഇൻഹേൽ, എക്സേൽ. ഓക്കെ, ഇനി ഞാൻ പറയും സ്റ്റാർട്ട് അബ്ഡോമിനൽ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് അബ്ഡോമിനൽ ബ്രീത്തിങ്. കണ്ണടച്ചിരുന്നുള്ളൂ. വയറ് വീർത്ത് വരട്ടെ. വയറ് വീർത്ത് വരട്ടെ മാക്സിമം.
ഒന്ന് ഹോൾഡ് ചെയ്യുക. ദെൻ സ്ലോലി എക്സേൽ, കംപ്ലീറ്റ്. ഇൻഹേൽ, വയറ് വീർത്ത് വരട്ടെ. എക്സേൽ, വയറ് ഉള്ളിലേക്ക് പോട്ടെ. ഇൻഹേൽ, അബ്ഡമൻ 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 അബ്ഡമൻ. ഇവയുടെ വയറ് അവിടെ തന്നെ ഇരിക്കുകയാണ്, ഇറങ്ങുന്നില്ല. എക്സേൽ, അബ്ഡമൻ സ്പൈനിലേക്ക് ഞെക്കി വിടുക. മേഡത്തിന് ചിരി വന്നിട്ടാണോ? ഒന്നുകൂടി. ഇൻഹേൽ, അബ്ഡമൻ വീർത്ത് വരട്ടെ. ബലൂൺ അടിച്ച പോലെ വരണം. എക്സേൽ എക്സേൽ, അബ്ഡമൻ ഉള്ളിലേക്ക്. ബോഡി നിൽക്കരുത് കേട്ടോ, ബോഡി അതേപോലെ റിലാക്സ്. അപ്പൊ ചിൻമുദ്രയിൽ ഇരിക്കണം. അബ്ഡമൻ എക്സേൽ പറയുമ്പോൾ വീർത്ത് വരണം. ഇൻഹേൽ പറയുമ്പോൾ അബ്ഡമൻ ഉള്ളിലേക്ക് പോകണം. ദീപ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചേ, എങ്ങനെ ചെയ്യാൻ പോവാ? ബോഡി സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കണം, ചിൻമുദ്രയിൽ ഇരിക്കണം, സുഖാസനത്തിലോ വജ്രാസനത്തിലോ ഇരിക്കാം. ഇൻഹേൽ ചെയ്യുമ്പോ വയറില് മാക്സിമം വയറ് പുറത്തോട്ട് തള്ളി ബലൂൺ പോലെ വീർത്ത് വരണം. ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് എക്സൈൽ ചെയ്യുമ്പോൾ മാക്സിമം സ്പൈനിലേക്ക് വയറ് ചുരുക്കി പിടിക്കുക. എന്നിട്ട് ഇത് ഒരു 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക, പിന്നെ റിലാക്സ് ചെയ്യുക. ഓക്കെ. ഇപ്പോ തലമാന്തി, പരീക്ഷയ്ക്ക് പോകുമ്പോ തലമാന്തരുത്, അതിനും നെഗറ്റീവ് മാർക്ക്. ചിന്മുദ്ര അല്ല, ഇത് വേറെ മുദ്ര കേട്ടോ. ചെറിയ കാര്യമല്ല, അവര് നെഗറ്റീവ് മാർക്ക് ഇടും. ഇതൊക്കെ നമ്മൾ അറിയാതെ വന്നുപോണതാ. ടെസ്റ്റ് വരാൻ പാടില്ല, മാർക്ക് പോകും. നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ യോഗയിൽ മാത്രമായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ബ്രീത്തിങ്. അപ്പൊ അത് നമ്മൾ പഠിച്ചു. അടുത്തത് ചെസ്റ്റ് ബ്രീത്തിങ് ആണ്. അപ്പൊ മനസ്സിലാക്കണം എന്താ ചെയ്യാൻ പോകണം അല്ലെ. അപ്പൊ വജ്രാസനത്തിൽ ഇത് ചെയ്യാണ് നല്ലത് കേട്ടോ, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ. ദീപ തയ്യാറല്ല, ശരി. അപ്പൊ അല്ല, കൈകൊട്ടികളിയുടെ പ്രാക്ടീസും കഴിഞ്ഞ് കുഴഞ്ഞു വന്നിരിക്കുന്നത് അതുകൊണ്ടാ. കൈകൊട്ടികളി പഠിക്കാൻ പറ്റിയ പ്രായം. അതെ, പക്ഷെ കൈകൊട്ടികളി പഠിച്ചത് നമുക്ക് അതിന് പിന്നെ പറയാം. നമുക്ക് പ്രയോജനമില്ലാത്ത ഒന്നും അധികം ചെയ്യാൻ പോരുത്. ഓക്കെ, റെഡി. അപ്പോ അല്ല, എങ്ങനെ ചെയ്തിരുന്നോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് കാല് ഇത്ര എത്തേണ്ട ആവശ്യമില്ല, മേട ഇരിക്കുന്നുണ്ട്, അതുപോലെ ഇരിക്കൂ. ഓക്കെ, ചിന്മുദ്ര. ഓക്കെ, നമ്മൾ ചിന്മുദ്രയെ പഠിച്ചത് അല്ലെ, ഇത് ചിന്മുദ്രയായിരുന്നു. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 3 വിരലുകൾ ഉണ്ടല്ലോ, ഇതിനെ അകത്തേക്ക് ഹോൾഡ് ചെയ്യും. റൈറ്റ്, നേരത്തെ പഠിച്ച ചിന്മുദ്ര. ഇതെന്ത് മുദ്ര മാഡം? ചിന്മയ മുദ്ര. ചിന്മയ മുദ്ര. അപ്പൊ ചെസ്റ്റ് ബ്രീത്തിങ്ങിൽ നമ്മൾ അതാണ് ചെയ്യുന്നത്. ഇനി ബ്രീത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കട്ടോ, ഞാൻ ഇൻഹേൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ചെസ്റ്റിനെ പതുക്കെ ഒന്ന് പുറത്തേക്ക് വിരിച്ചു കൊടുക്കുക, മുമ്പിലേക്ക് തള്ളുക, ചെസ്റ്റ് വിരിയണം ശ്വാസം വലിക്കുമ്പോൾ. റൈറ്റ്, ശ്വാസം വിടുമ്പോ ചെസ്റ്റ് ഇങ്ങനെ മടക്കരുത്, നോർമൽ പൊസിഷനിലേക്ക്. ഒന്നുകൂടി പറയാം. വെൻ യു ഇൻഹേൽ യുവർ ചെസ്റ്റ് ഷുഡ് ബി എക്സ്പാൻഡഡ്. ചെസ്റ്റിനെ ഇങ്ങനെ പുറത്തേക്ക് ഒന്ന് തള്ളി നെഞ്ചിങ്ങനെ വിരിച്ച് കൊടുക്കുക. ലങ്സിനെല്ലാം. ഇപ്പൊ കേൾക്കാമോ? മേഡം കേട്ടോ പറഞ്ഞത്? മേഡം കേട്ടു. ഇയാളുടെ ഒന്നുകൂടി പറയാം. ഇൻഹേൽ ചെയ്യുമ്പോ നേരത്തെ നമ്മൾ അബ്ഡമനാണ് വീർപ്പിച്ചതെങ്കിൽ ഇവിടെ ചിന്മയ മുദ്രയിൽ ചെസ്റ്റിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ചെസ്റ്റിലേക്ക്, വയറിലല്ല, ചെസ്റ്റിലേക്ക് ശ്വാസം വലിക്കുക. സ്വാഭാവികമായിട്ട് ചെസ്റ്റ് മുമ്പിലേക്ക് തള്ളണം, പുറകിലേക്ക് വലിയണം. അപ്പൊ ഷോൾഡർ ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നെഞ്ച് നന്നായിട്ട് വിരിഞ്ഞു വരണം. നെഞ്ചിന്റെ വികാസം, നമ്മുടെ ഇവിടുത്തെ എല്ലും കൂടിന്റെ വികാസം, ശ്വാസകോശത്തിന്റെ വികാസം, ഷോൾഡറിന്റെ വികാസം ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രായമാകുമ്പോൾ ആളുകൾക്ക് ചെറിയ കൂനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ ഷോൾഡറൊക്കെ ഒന്ന് ചുരുങ്ങും, ഇങ്ങനെയൊക്കെ ആയിപ്പോകും. അപ്പോൾ ഇത് ദിവസവും ചെയ്യുന്ന, യൗവനത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് വരികയാണെങ്കിൽ ആ സ്ട്രക്ചറൽ ഡിഫക്റ്റുകളിൽ നിന്നും ഒരു മോചനം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. ശ്വാസം വലിക്കുന്നു, വയറൊന്നും നിനക്കല്ല, ചെസ്റ്റ് മാത്രം. ശ്വാസം വിടുമ്പോ ചെസ്റ്റ് ഇങ്ങനെ കാണിക്കരുത്, നോർമൽ പൊസിഷനിലേക്ക് വരിക. റൈറ്റ്, ചെസ്റ്റ് വികസിക്കുക, പുറത്ത്, അതായത് നെഞ്ച് നന്നായിട്ട് വികസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പുറത്തേക്കൊന്ന് വളയും. റൈറ്റ്, നോക്കാം. ചിന്മയ മുദ്ര. ക്ലോസ്, കോൺസെൻട്രേറ്റ് ഓൺ യുവർ ബ്രീത്തിങ്. മൂക്കിന്റെ അറ്റത്തേക്കുള്ള ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. പൂർണ്ണ ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിൽ കേന്ദ്രീകരിക്കുക. ചെയ്യാൻ വരട്ടെ. നോർമൽ ബ്രീത്തിങ് ചെയ്യുക. സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. നോർമൽ ബ്രീത്തിങ്. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale, exhale. Okay. Start chest breathing. Inhale, chest വിരിഞ്ഞു വരട്ടെ. Hold for while. Slowly exhale. Exhale, slowly. Complete exhale. Now slowly inhale. Slowly inhale. Chest വിരിഞ്ഞു വരട്ടെ. Hold. Exhale. Chest normal. ഉള്ളിലേക്ക് വളയരുത്. ജസ്റ്റ് നോർമൽ. നേരെ നോക്കിയിരിക്കാം. കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ. ഓക്കെ, ഇൻഹേൽ, ചെസ്റ്റ് കഴിഞ്ഞ് വരട്ടെ. എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale. Concentrate on your nose. Breathing, normal breathing. Relax. Sit comfortably. വജ്രാസനം ബുദ്ധിമുട്ടാണെങ്കിൽ ഇഷ്ടമുള്ള ആസനത്തിൽ ഇരിക്കാം. Okay. അപ്പോൾ now we learn abdominal breathing and chest breathing. Now third shoulder breathing. ശ്രദ്ധിക്കുക, shoulder breathing. ഇപ്പൊ നമ്മൾ കൈ തള്ളവിരലകത്ത്
മറ്റു വിരൽ കൊണ്ട് തള്ളവിരലിനെ കവർ ചെയ്യും. എന്ന് പറയാം, നേരത്തെ നമ്മൾ കണ്ടത് എന്താ? ഇത് ചിന്മയ മുദ്ര, ചിന്മുദ്ര, ചിന്മയ മുദ്ര. നൗ തള്ളവിരലകത്ത് കവർ ചെയ്തു. ആദിമുദ്ര. ഓക്കെ, ആദിമുദ്ര. ഇതിലാണ് നമ്മൾ ഷോൾഡർ ബ്രീത്തിങ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. ഇൻഹേൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും. ഇൻഹേൽ ചെയ്യുമ്പോൾ ഷോൾഡറിനെ ഒന്ന് സ്ലൈറ്റ്ലി എലവേറ്റ് ചെയ്യാം, ഉയർത്താം, പക്ഷേ എക്സേൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പുറകിലേക്ക് കറക്കിടണം. ഐ ഷോ മൈ സൈഡ്. ഞാൻ ഇൻഹേൽ ചെയ്തപ്പോ കൈ മടിയിൽ വെക്കുക, ഷോൾഡർ പൊക്കിയണ്ട, ഇങ്ങനെ പൊക്കണം ചെവിരോടേക്ക്. എന്നിട്ട് എക്സേൽ ചെയ്യുമ്പോൾ കീഴ്പോട്ടേക്കല്ല പോണ്ടത്, പുറകിലേക്ക് കറക്കി എക്സേൽ. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണം, ഒന്നുകൂടി കാണിക്കാം, ഒന്നുകൂടി കാണിക്കാം, നോക്കി ശ്രദ്ധിച്ചോളൂ. ഇൻഹേൽ ചെയ്യുമ്പോൾ എക്സേൽ ബലം പിടിക്കാതെ സ്ലോലി ചെയ്യാം. ഓക്കെ, സിറ്റ് റിലാക്സ്. നോർമൽ ബ്രീത്തിങ്, നോർമൽ ബ്രീത്തിങ്. ഇതിന്റെ പൊസിഷൻ മുട്ടിലാണോ വെക്കണ്ടേ? അതേ കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ടാക്കി വെക്കണോ? എങ്ങനെ വെക്കണ്ടേ? മുട്ടിൽ വെച്ചോ, എവിടെ കുഴപ്പമില്ല. വെക്കണ്ടേ? മുട്ടിൽ വെച്ച് മടി, മുട്ടിൽ വെച്ച്. അത് നേരെ സ്ട്രൈറ്റ് ഇവിടെ വെക്കുവാണോ? ഇല്ല, ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മലത്തി വെച്ചോളൂ, മലത്തി വെച്ചോളൂ. യെസ്, ചെയ്യാം. ഓക്കെ, ബാക്കിലേക്ക് എടുക്കാൻ എളുപ്പിച്ച് ഇങ്ങോട്ട് പുറകോട്ട് ഇങ്ങനെ കാണിക്കുമ്പോ പുറകിലേക്ക് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം. നമ്മള് ഇങ്ങനെ ചെയ്ത് ഓർക്കണില്ലേ, ആ സംഭവം തന്നെയാണ് ഇത്. ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ പൊക്കുന്നു, നേരെ കീഴ്പോട്ടേക്ക് ഇടുന്ന പകരം പതുക്കെ ബാക്കിലേക്ക് വളച്ചെടുക്കുന്നു. ദീപ ഗോട്ട് ഇറ്റ്? ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി. നോർമൽ ബ്രീത്തിങ്. ഫോക്കസ് ഓൺ യുവർ നോസ്. ഫീൽ ദ ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. ശ്വാസം വരുന്നതും പോകുന്നതും നിരീക്ഷിക്കുക. കംപ്ലീറ്റ് ഫോക്കസ് ഓൺ യുവർ nose, your breathing. Focus on your breathing. Now, one inhale, three times inhale and exhale normally. Inhale, exhale. Inhale, hold, exhale. Inhale, hold, exhale. Now, start shoulder breathing. Inhale, hold, exhale. Inhale, exhale. Inhale. ഷോൾഡർ കൊണ്ട് പോകണ്ട ദീപ, ഷോൾഡർ മേഡത്തിന് കണ്ട. എക്സേൽ. ഇൻഹേൽ, ഹോൾഡ്, എക്സേൽ. റിലാക്സ്. ഓക്കെ, റിലാക്സ്. ഗുണങ്ങള് ഒന്ന്, സൗന്ദര്യം വർദ്ധിക്കും, മുഖത്ത് നല്ല തിളക്കമുണ്ട്, ലങ്സിന് കപ്പാസിറ്റി കൂടും. ഓക്കെ, നമ്മുടെ വയറ് ദഹനം, സാധാരണ പ്രാണായാമമായിട്ട് ബന്ധപ്പെട്ട ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഏജ് ഫാക്ടറുമായി ബന്ധപ്പെട്ട് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾക്ക് ആന്റി ഏജിങ് ആണ്. പ്രായത്തെ റിവേഴ്സ് ചെയ്യും. ചെയ്തതിനേക്കാൾ ഉപരി ഏജിലേക്കുള്ള നമ്മളുടെ ആ സ്പീഡിനെ അത് കുറയ്ക്കും. ഏജ് വരുംതോറും ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെ അത് കുറയ്ക്കും. പൂന് വരിക, ശരീരം ഇങ്ങനെ തൂങ്ങിപ്പോവും, കുറച്ച് വളവ് വരും, അതൊക്കെ കുറച്ച് മാറ്റും. മുഖത്ത് നല്ല പ്രസാദമുണ്ട്. ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറച്ച് ഇമ്പാക്ട് എപ്പോൾ തന്നെ കാണാൻ പറ്റും. മുഖത്തേക്ക് ആ ബ്ലഡ് സർക്കുലേഷന്റെ ഫ്ലോയിനെ ഒന്ന് അത് റെഗുലേറ്റ് ചെയ്യും. ബോഡിയിലുള്ള മൊത്തം ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് വഴി മൊത്തത്തിൽ മുഖത്തും ഒക്കെ ഒരു പ്രസാദം വരും. ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് പെർഫെക്റ്റ്. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ ഇസ് വണ്ടർഫുൾ, യോഗിക് ബ്രീത്തിങ്. ഇത് യോഗ ക്ലാസ്സിൽ പഠിപ്പിക്കാറില്ല കേട്ടോ. ഇത് അഡ്വാൻസ്ഡ് രഹസ്യങ്ങളാണ്, പറഞ്ഞുതരാൻ പാടില്ലായിരുന്നു, പറഞ്ഞു പോയി ഞാൻ. ആദിമുദ്ര, വയറിന്റെ ഇവിടെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് വയറിന്റെ ഇവിടെ വയ്ക്കുക. അത് നെഞ്ചാണ്, വയറിന്റെ ഇവിടെ കൂട്ടി. ഓക്കെ, ചേർത്ത് വെക്കുക. റൈറ്റ്. ഇനി ബ്രീത്തിങ് പറയുമ്പോൾ നമ്മുടെ ബ്രീത്തിങ്ങിനെ നമ്മൾ ഇൻഹേലിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കും. ഒരു ഇൻഹേലേഷൻ പറയുമ്പോൾ അതിന്റെ മൂന്നായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് തിരിക്കണം. ആദ്യത്തെ പോർഷൻ അബ്ഡോമിനൽ ബ്രീത്തിങ്, അപ്പൊ മുഴുവൻ വീർപ്പിന് കുറച്ച് അബ്ഡോമിനൽ ബ്രീത്തിങ്. രണ്ടാമത്തെ പോർഷൻ ചെസ്റ്റ്, മൂന്നാമത്തെ പോർഷൻ ഷോൾഡർ. ഓക്കെ, ഐ വിൽ റിപ്പീറ്റ്. വെൻ ഐ സേ ഇൻഹേൽ, യു ഹാവ് ടു മെന്റലി ഡിവൈഡ് 3. മനസ്സുകൊണ്ട് ആ ഇൻഹലേഷനെ മൂന്നായിട്ട് വിഭജിക്കണം. ആദ്യത്തെ പോർഷൻ നിങ്ങൾ വയർ വീർപ്പിക്കണം, രണ്ടാമത്തെ പോർഷൻ ചെസ്റ്റ് വീർപ്പിക്കണം, മൂന്നാമത്തെ പോർഷൻ ഷോൾഡർ വീർപ്പിക്കണം. ഷോൾഡർ എലവേറ്റ് ചെയ്യണം. എക്സേൽ പറയുമ്പോൾ ഷോൾഡർ എല്ലാം ഇവിടെ ഉണ്ട്. ആദ്യം വയറുണ്ട്, അവിടെ വയറ് നോർമൽ, ചെസ്റ്റ് നോർമൽ, ഷോൾഡർ പുറകിലേക്ക് ഇറക്കി നോർമൽ. ദാറ്റ് ഇസ് വൺ റൗണ്ട് ഓഫ് യോഗിക് ബ്രീത്തിങ്. ഇറ്റ്സ് എ വണ്ടർഫുൾ സീക്രട്ട് ഇൻ യോഗ. ഫോട്ടോയായി വേണ്ട ഒരാൾക്ക് അവിടെ. റെഡി? ക്ലോസ് യുവർ ഐസ്. ഒന്ന് പ്രാർത്ഥിച്ചോളൂ. ബിക്കോസ് വി ആർ ലേണിംഗ് എ വണ്ടർഫുൾ ബ്രീത്തിങ് സീക്രട്ട് ഇൻ യോഗ. യോഗിക് ബ്രീത്തിങ് പറയുമ്പോൾ എളുപ്പമാണ്, ബട്ട് പ്രാക്ടീസ് ഇറ്റ് കണ്ടിന്യൂസ്ലി and you can see the result. Then pray to God. കൈ ഇങ്ങനെ വെച്ചിട്ട് വയറിനോട് ചേർത്ത് വെക്കുക. ഓക്കെ, ആദ്യമുദ്ര. തള്ളവിരലകത്ത് മറ്റു വിരലുകൾ കവർ ചെയ്തിട്ട് ഇങ്ങനെ. ചില ആൾക്കാർ ഇങ്ങനെ പിടിക്കുന്നവരുണ്ട്, പക്ഷെ ഇങ്ങനെയാണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ പ്രാർത്ഥിച്ചു, പ്രകൃതിയോട് പറഞ്ഞു, മറക്കാതിരിക്കാനുള്ള അനുഗ്രഹം മേടിക്കുക. ഓക്കെ, നൗ എല്ലാ ഭക്തിയോടും കൂടി മനസ്സർപ്പിച്ചുകൊണ്ട് തെറ്റാതെ ചെയ്യാൻ ശ്രമിക്കുക. പ്രാക്ടീസ് വേണം. ജസ്റ്റ് എ റിമൈൻഡർ. ഫസ്റ്റ് പോർഷൻ അബ്ഡോമിനൽ ബ്രീത്തിങ്, ഒറ്റടി വീർപ്പിക്കേണ്ട ആവശ്യമില്ല, എത്ര പറ്റുന്ന അത്രയും. സെക്കൻഡ് പോർഷൻ ചെസ്റ്റ് ബ്രീത്തിങ്, തേർഡ് പോർഷൻ ഷോൾഡർ. റിലീസ് ചെയ്യുമ്പോൾ ഷോൾഡർ അല്ല, ഫസ്റ്റ് ഇസ് അബ്ഡോമൻ. റിലാക്സ് ചെയ്യുക, ചെസ്റ്റ് റിലാക്സ് ചെയ്യുക, ഷോൾഡർ പുറകിലേക്ക് കറക്റ്റ് റിലാക്സ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. റെഡി? ഇൻഹേൽ, എക്സേൽ. നോട്ട് നൗ. ഞാൻ പറയും, സ്റ്റാർട്ട് യോഗിക് ബ്രീത്തിങ് പറയും. ഇപ്പൊ നോർമൽ, ഇപ്പൊ നമ്മൾ റെഡിയാക്കാണ് ബോഡിനെ.
Inhale, exhale. Inhale, exhale. Okay. Start yogic breathing. Inhale, hold for a while. തെറ്റരുത്. abdomen first ഇട്ട് relax ചെയ്യുക. Exhale, first abdomen relax, chest relax, shoulder relax. മാഡം കൈ തെറ്റിപ്പോയി. ഇങ്ങനെ വെച്ചാണ്. ഇങ്ങനെ വെക്കും. ഇങ്ങനെ മാഡം ഇങ്ങനെ വെച്ചത്. ഇങ്ങനെയല്ല, ഇങ്ങനെ മലത്തി അതവിടെ കാണാൻ പറ്റുന്നില്ല. അവിടെ എന്താ മീറ്റിംഗ് ഈസ് ബീങ് റെക്കോർഡഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന എനിക്ക് കാണാൻ പറ്റും. ഇങ്ങനെ അല്ലേ? ഇങ്ങനെ വയറമ്മ അല്പം താത്തി വെച്ച പൊക്കളിനോട് ചേർത്ത്. ഓക്കെ, റെഡി? ചെയ്യാം. ഓക്കെ, ദീപ കൈ ചേർത്ത് വെക്കും. ഇങ്ങനെ വെച്ചാണ് ഇപ്പൊ. ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ ദീപ ഇങ്ങനെ വെച്ചാണ്. ഇങ്ങനെയല്ല, ഇങ്ങനെ കൈ ചേർത്ത് വെച്ചോ. സി? ഓക്കെ, ലെറ്റ്സ് ഡു. ഓക്കെ, ഇൻഹേൽ, ഷോൾഡർ വരണം. ദെൻ ഹോൾഡ്. ഇനി എക്സേൽ പറയുമ്പോ അബ്ഡോമൻ. Exhale, abdomen relax, chest relax, shoulder relax. Once again, inhale, exhale. Last, inhale, exhale. ഒന്നുകൂടി ചെയ്യാം. Inhale, yogic breathing. Inhale, hold, exhale. ബലം പിടിക്കില്ല ദീപ, റിലാക്സ്. ബലം പിടിക്കരുത്. ബലം പിടിച്ചേണ്ട ആവശ്യമില്ല. സോ റിലാക്സ്. സിറ്റ് ഇൻ സുഖാസന. സുഖാസനത്തിൽ ഇരിക്കൂ. നൗ ഫീൽ ദ ബ്രീത്തിങ്. നാസാഗ്രത്തിലേക്ക് ചിന്തയെ കൊണ്ടുവരൂ, ശ്രദ്ധയെ കൊണ്ടുവരൂ. ശ്വാസം പോകുന്നത് വരുന്നത് ഫീൽ ചെയ്യൂ. ഫീൽ ഇറ്റ്. ഫീൽ the inhalation and exhalation. Feel it, relax, feel it, relax. You are so happy now because we learned a wonderful thing today. Slowly open your eyes, sit comfortably. Feeling happy? കാലം നിർത്തി വെച്ചിട്ട് മാഡം ഒന്ന് റിലാക്സ് ചെയ്ത്. കാരണം കാല് കുറച്ച് സമയം ഇരുന്നപ്പോ ഒന്ന് മരവിച്ചിട്ടുണ്ടാവും. കാല് നിർത്തി വെച്ചിട്ട് ദിസ് പൊസിഷൻ നോൺ ആസ്, ഇതിനെന്താ പറയാ മാഡം? എന്താ പറയാ ഇതിന്? ശിഥില ദണ്ഡാസനം. ഇരിക്കുന്നത് ഒന്നുകൂടി ചാരിയുന്നു. ഒന്നുകൂടി പുറകിൽ ചാരിയുന്നു. ഇങ്ങനെ ഒന്നുകൂടി പുറകിൽ ചാരിക്കുക. ദീപ ഒന്നുകൂടി പുറകിൽ. കാല് നീട്ടി വെച്ചത്. ദിസ് ഇസ് ശിഥില ദണ്ഡാസനം. എന്താ ദീപ? ഓക്കെ, മ്യൂട്ട് വെച്ചിരിക്കുക. ശരി, ഞാൻ ഊഹിച്ചു. ശിഥില ദണ്ഡാസനം. അപ്പൊ കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ, പ്രത്യേകിച്ച് വജ്രാസനത്തിലാണ് ഇരുന്നതെങ്കിൽ കാല് ഒന്ന് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളോട് ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഇത് കൊടുക്കുക. ശിഥില ദണ്ഡാസനം കൊടുത്ത് കാല് മേഡം കാണിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക. വേണി മുന്നോട്ടും പുറകിൽ കാണിക്കുക. അപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആയി. ഓക്കെ, നൗ സിറ്റ് ഇൻ സുഖാസന. ഒന്ന് പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്, വി ലേൺ സംതിങ് ന്യൂ. ഓക്കെ, അതിന് മതി. സ്റ്റോപ്പ് ചെയ്തോ മാഡം? മാഡം മീൻസ് ദീപ മാഡം. കാലാട്ടിക്കൊണ്ടിരിക്കണ്ട. റിലാക്സ്. നൗ വാട്ട്സ് ദ ടൈം നൗ? 9:10. 3/4 മണിക്കൂറായി. സംശയം ഉണ്ടോ എന്തെങ്കിലും? ആർ യു ഹാപ്പി? നെക്സ്റ്റ് വീക്ക് മുതൽ നമുക്ക് പറ്റിയാൽ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 5 മണിക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം. ആർ യു റെഡി? നിങ്ങളോട് ഞാൻ യോഗ ചെയ്ത് വീഡിയോ ഇടാൻ പറഞ്ഞു. ഇട്ടില്ലല്ലോ? എക്സ്പ്ലനേഷൻ വേണ്ട, വെറുതെ ആ വീഡിയോ ഒന്ന് ചെയ്താൽ മതി അല്ലേ? ആ യോഗ ചെയ്യുന്ന വീഡിയോ ആണ്. പ്രാക്ടീസ് ചെയ്യണ്ടേ? ഞാൻ ഒരു ദിവസം ക്ലാസ്സും 6 ദിവസം പ്രാക്ടീസുമാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞുകൊണ്ട് ചെയ്യണ്ടല്ലോ, വെറുതെ ചെയ്താ പോരെ? ഉണ്ട്. ദീപ 6 ദിവസം റെസ്റ്റും 1 ദിവസം പ്രാക്ടീസുമാണ്. 5 അങ്ങനെ തന്നെ. മാഡം പിന്നെ അവിടെ പോയി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെ പിടിക്കാൻ വേണ്ടിട്ട് കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവർ ചെയ്യില്ല. ഓക്കെ, വീഡിയോ ഉണ്ടാക്കി ഇടാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നോ? വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഗ്രൂപ്പ് ഉണ്ടാക്കും. നമ്മൾ 4 പേര് അടങ്ങിയിട്ട് ഗ്രൂപ്പ്. നിങ്ങളുടെ ഗ്രൂപ്പ് തന്നെ ചേർക്കട്ടെ. നിങ്ങൾക്ക് എന്നെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ കൂടി ചേർന്ന. നിങ്ങളുടെ വിദ്യാർത്ഥികൾ മാത്രം ഗ്രൂപ്പ് ആകുമ്പോ നിങ്ങൾക്ക് രഹസ്യമായി എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ വീഡിയോ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. അതിനകത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, 3 ആസനം ഒരു ദിവസം. ഇനി 3 ആസനം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരെണ്ണെങ്കിലും ചെയ്യാം. അറ്റ്ലീസ്റ്റ് 3 ചെയ്യാം. എത്ര സമയം വേണം? ഏതെങ്കിലും 3 പ്രാക്ടീസ് ചെയ്യാം. എന്നാലും ശരിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായി. കേരളത്തിന് ഏറ്റവും നന്നായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ചെയ്ത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടും. നമുക്ക് റാങ്ക് വരെ കിട്ടി. നമ്മുടെ ഒരു കുട്ടി ഫസ്റ്റ് റാങ്ക് കിട്ടിയിരുന്നു. നമ്മുടെ കണ്ടിന്യൂസ് പ്രാക്ടീസ് മൂലമായിരുന്നു. പക്ഷെ നിങ്ങൾ അത്രയും പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോ സംശയങ്ങളൊന്നും ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. റെക്കോർഡ് കുറച്ച് കഴിയുമ്പോൾ കിട്ടും. ഇട്ട് തരാം. പിന്നെ ആപ്പിനകത്തും കയറ്റിയിടാം റെക്കോർഡ്. ഏതാ? ആപ്പിലും വരും ഒരാഴ്ചക്കുള്ളിൽ. ആപ്പില് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ? വേറെ ആരില്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ എന്താ കുഴപ്പം? അത് കുഴപ്പമില്ല. അത് ദീപനെ കാണുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് അവർക്കൊന്നും പറയില്ല. തലതെറിച്ച് കാണുമ്പോൾ അറിയാം. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. വെറുതെ പറഞ്ഞ കേട്ടോ. എന്തെങ്കിലും പറയണ്ടേ? അതറിയാം. അതുകൊണ്ടല്ലേ പറഞ്ഞേ. മാഡത്തിനോട് അഞ്ജുനോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പിരിയാം മാഡം. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? മറന്നുപോകും. നോട്ടിൽ എഴുതി വെച്ചോ. നിങ്ങൾ വേണമെങ്കിൽ ഗ്രൂപ്പിൽ പ്രാക്ടീസ് ചെയ്തോ ഈ ബ്രീത്തിങ്. അഞ്ജുനെ വിളിച്ച് പഠിപ്പിച്ചു കൊടുക്കും. യു ക്യാൻ ക്രിയേറ്റ് എ ലിങ്ക് ഉണ്ടാക്കിയിട്ട് നാളെ തന്നെ പ്രാക്ടീസ് ചെയ്ത്. അല്ലെങ്കിൽ മറന്നു. ഞാൻ കുറച്ച് നാൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നപ്പോൾ എനിക്ക് കുറച്ച് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കാരണം ചെയ്യാറില്ല. ചെയ്താൽ ഭയങ്കര ബെനിഫിറ്റാ. ഇഫ് യു ഡു കണ്ടിന്യൂ. ചിന്മയ മുദ്ര അല്ലേ? എങ്ങനെ പിടിക്കുന്നത്? ചിന്മുദ്ര, ചിന്മയ മുദ്ര, ആദിമുദ്ര. ഓക്കെ, ചിന്മുദ്ര
ചിന്മയ മുദ്ര, ആദിമുദ്ര. ഇത് നമുക്ക് പഠിക്കാനില്ല, ആദിമുദ്ര പഠിക്കാനില്ല. പക്ഷെ ബ്രീത്തിങ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. സപ്പോസ് നിങ്ങൾ ഒരു കുട്ടിയെടുത്ത് പഠിപ്പിക്കാൻ എന്താണ് ചെസ്റ്റ് ബ്രീത്തിങ് ഒരു കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾക്ക് കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പോൾ പണ്ട് ചെയ്ത ഓർമ്മയിൽ നിങ്ങൾക്ക് വരും. ആബ്ഡോമിനൽ ബ്രീത്ത് പഠിപ്പിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചെസ്റ്റ് ബ്രീത്ത് നെറ്റി കൊണ്ടൊക്കെ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. യോഗിക് ബ്രീതിങ് ഇത്തിരി പാടാ അല്ലെ? എക്സലേഷൻ യോഗിക് ചെയ്യുമ്പോൾ ബ്രീത്തിങ് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് കറക്റ്റ് കൺട്രോൾ വരണം. ഇതിപ്പോ കൺട്രോൾ വരുന്നുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ദീപ വിചാരിച്ചിരുന്നത് കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് അല്ല. അത് കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ സൈക്കിൾ ചവിട്ടി പഠിക്കുന്ന പോലെ ഋതം വരണം. ഋതം വരണമെങ്കിൽ യു നീഡ് എ ലോട്ട് ഓഫ് പ്രാക്ടീസ്. കുറെ പ്രാക്ടീസ് വേണം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ എക്സലേഷൻ ചെയ്യുമ്പോൾ ഇത്തിരി പാടാ. ഇപ്പൊ നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിയാണോ ചിന്തന ചെയ്യുന്നത് അല്ലെ? ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോ അയ്യോ ബ്രേക്ക് ചവിട്ടിയോ ഗിയർ ഇട്ടോ ചിന്തയുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. അതുപോലെ ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് ഓട്ടോ മോഡിലാവണം. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ഇപ്പൊ ചെയ്യുമ്പോൾ സ്റ്റിയറിംഗും വീലും ഒന്നും ശ്രദ്ധിക്കാത്തത് പോലെ നമ്മൾ ചെസ്റ്റ് ബ്രീത്തും ഒന്നും ശ്രദ്ധിക്കാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാനുള്ള ഇത് വരണമെങ്കിൽ ഡെയിലി ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, സുദർശന സ്വാഹ പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുമല്ലോ, അത് തന്നെ. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. ഈ ഞായറാഴ്ച കൂടി നിങ്ങളൊന്ന് ഒരു മിനിറ്റ്